ഹബീബി, ഒരു വളരെയേറെ പ്രശ്നബാധിതമായ ഒരു സംശയമുണ്ട്. മുസ്ലിങ്ങൾക്കും ഉണ്ട്, അതുപോലെ തന്നെ ഈ പ്രസംഗം കേൾക്കുന്ന അമുസ്ലിം സഹോദരങ്ങൾക്കും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നവർക്കും ഒരു വലിയൊരു സംശയമാണ്. ദൈവം നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങളാണ് ലോകത്ത് നടക്കുന്നത്. അതായത് ഹൈറും ഷെറും, നന്മയും തിന്മയും എല്ലാം അള്ളാഹുവിന്റെ പക്കൽ നിന്നാണ്. ദൈവം നിശ്ചയിക്കാത്ത, തീരുമാനിക്കാത്ത ഒരു കാര്യം ലോകത്ത് നടക്കുന്നില്ല എന്നുള്ളതാണ് വിശ്വാസം. പക്ഷേ ഒരാൾ ആത്മഹത്യ ചെയ്താൽ അത് ദൈവം നിശ്ചയിക്കപ്പെട്ടതാണോ? അങ്ങനെയാണെങ്കിൽ ഇസ്ലാം ആത്മഹത്യ ഹറാമാക്കിയിട്ടുണ്ട്, അതായത് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ആത്മഹത്യ ചെയ്യൽ നിരോധിച്ചിട്ടുണ്ട് ഇസ്ലാം. അങ്ങനെയാണെങ്കിൽ നിരോധിച്ച കാര്യം ദൈവം നിശ്ചയിച്ചത് അത് ഒരാൾ ചെയ്തുവെങ്കിൽ അയാളുടെ കുറ്റമാണോ ദൈവത്തിന്റെ കുറ്റമാണോ? ചോദ്യം മനസ്സിലായോ? ചോദ്യം മനസ്സിലായി. അതായത് വിധിയും ഒരു മനുഷ്യന്റെ സ്വഭാവവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളതാണ്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളാണ്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇന്നലത്തെ കാര്യം മാത്രം അറിയുന്ന ദൈവത്തെയാണോ നിങ്ങൾക്ക് ഇഷ്ടം, ഇന്നും നാളെയും അറിയുന്ന ദൈവത്തെയാണോ നിങ്ങൾക്ക് ഇഷ്ടം? എനിക്കുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഓൾ ഇൻ ഓൾ, എല്ലാം അറിയുന്ന ദൈവത്തിനെയാണ്. അഥവാ സ്ഥലകാല സമയങ്ങൾക്ക് അതീതമായി എല്ലാം അറിയുന്ന ദൈവം. അതെ അതെ. അഥവാ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ, ഇന്ന്, നാളെ എന്നൊരു വേർതിരിവില്ല. അതെ. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു ഉറുമ്പ്, ഒരു ചെറിയ ഉറുമ്പ്, ആ ഉറുമ്പ് ഇങ്ങനെ കുത്തനെ ഇരിക്കുന്നതാകുന്ന ഒരു ചെറിയ പേപ്പറിന്റെ ഒരു വശത്ത് നിന്ന് സഞ്ചരിക്കുന്നു. അതിന്റെ ഈ വശത്ത് നിന്ന് സഞ്ചരിച്ചത് മുകളിൽ എത്തുന്നതിന് തൊട്ടു മുമ്പ്, മുകളിൽ അത് എത്തിയിട്ടില്ല, മുകളിൽ എത്തിയാൽ അതിന്റെ മറുവശം കാണാം. മുകളിൽ എത്തുന്നതിന് തൊട്ടു മുമ്പ് ഈ ഉറുമ്പ് നിൽക്കുന്നു. കഴിഞ്ഞു പോയത് ഉറുമ്പിന്റെ ഇന്നലെയാണ്, കഴിഞ്ഞു പോയൊരു സമയമാണത്. നിങ്ങൾക്ക് ഞാൻ പറയുന്ന വിഷയം മനസ്സിലാവുന്നുണ്ടാവും. കഴിഞ്ഞു പോയത് ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പാസ്റ്റ് ആണ്. ഇനി വരാനിരിക്കുന്നത് അതിന്റെ ഫ്യൂച്ചറാണ്. നിലവിൽ അത് നിൽക്കുന്നത് അതിന്റെ പ്രസന്റ് ആണ്. ഈ ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കുന്നിൽ തന്നെ 3 സമയങ്ങൾ, സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണ്. അല്പം കൂടി മുകളിൽ നിൽക്കുന്ന ഞാൻ ഈ ഉറുമ്പിനെ കാണുന്നു. എനിക്കിത് 3 ഒന്നാണ്, എന്റെ പ്രസന്റ് ആണ്. എനിക്കിത് 3 പ്രസന്റ് ആണ്. എന്നാൽ ഞാൻ വലിയൊരു മലയിൽ നിൽക്കുന്നു. മലയുടെ ഒരു താഴ്ഭാഗത്ത് നിന്ന് നടന്നു വരുന്നു. ആ മലയുടെ ഏറ്റവും മുകളിൽ എത്തുന്നതിന് മുമ്പായി ഞാൻ നിൽക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ നടന്നു വന്നത് പാസ്റ്റ് ആണ്, നിലവിൽ ഉള്ളത് പ്രസന്റ് ആണ്, മലയ്ക്കപ്പുറമുള്ളത് ഫ്യൂച്ചറാണ്. മലയ്ക്കപ്പുറം മലയുടെ അങ്ങേയറ്റത്തൊരു കടുവ എന്നെ കാത്തു നിൽക്കുന്നു. ആ കടുവ എന്നെ തീർച്ചയായിട്ടും ആക്രമിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഈ കടുവ അവിടെ നിൽക്കുന്നത് എനിക്ക് കാണാൻ കഴിയില്ല. എന്നാൽ മുകളിൽ ഹെലികോപ്റ്ററിൽ പോകുന്ന ആൾക്ക് ഇതെല്ലാം പ്രസന്റ് ആണ്. അയാൾക്ക് കാണാം, മലയുടെ അപ്പുറത്ത് ഒരു കടുവ നിൽക്കുന്നു, ഞാൻ അങ്ങോട്ടേക്ക് ചെന്നാൽ എന്നെ ഉപദ്രവിക്കുമെന്നും അയാൾക്കറിയാം. അയാൾ എനിക്ക് വിവരം തന്നില്ല. ഞാൻ അതിനപ്പുറത്തേക്ക് സഞ്ചരിച്ച് കടുവയുടെ അടുത്തേക്ക് ചെന്നു. കടുവ എന്നെ ഉപദ്രവിച്ചു. ആ കണ്ടു നിന്ന ആളുകൾ, ഈ മരിച്ച ആളുകളുടെ ബന്ധുക്കൾ പറയുകയാണ്, എല്ലാം കണ്ടുകൊണ്ട് മുകളിൽ കൂടി സഞ്ചരിച്ചതാകുന്ന ഹെലികോപ്റ്ററിൽ ഇരുന്ന ആളാണ് ഇതിന് കുറ്റക്കാരൻ എന്ന് പറയുമ്പോൾ ഒരു പറച്ചിൽ മാത്രമാണ്. അഥവാ ആ വിഷയത്തിലേക്ക് ഞാൻ വരാം. അവിടെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നാളെ നടക്കാൻ പോകുന്നത് എന്ത് എന്നുള്ളത് ദൈവത്തിന് അറിഞ്ഞേ പറ്റൂ, എങ്കിലേ ദൈവത്തിന് പൂർണ്ണത വരും. പിന്നെ ദൈവത്തിന്റെ തീരുമാനം, വിധിയാണ് ചോദിച്ചത്. ദൈവം എല്ലാ മനുഷ്യർക്കും ഫ്രീ വിൽ തന്നിട്ടുണ്ട്. അറബിയിൽ ഇഖ്തിയാർ എന്ന്, ഇംഗ്ലീഷിൽ ഫ്രീ വിൽ എന്ന്, മലയാളത്തിൽ സ്വാതന്ത്ര്യം എന്ന് നമ്മൾ പറയും. ഇതെല്ലാവർക്കും നൽകിയിട്ടുണ്ട്. നമ്മൾ ഒരു കാർ എടുക്കുന്നു, കാർ എടുത്തിട്ട് തിരുവനന്തപുരത്തേക്ക് പോകണമെന്നാണെങ്കിൽ നമ്മൾ വലതുവശത്തേക്ക് സ്റ്റിയറിംഗ് തിരിക്കുന്നു. നമുക്ക് കാസർഗോഡേക്ക് പോകാനാണെങ്കിൽ ഇടതുവശത്തേക്ക് സ്റ്റിയറിംഗ് തിരിക്കുന്നു. കൊല്ലത്ത് നിന്ന് യാത്ര ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയാണ് അയാൾ സഞ്ചരിക്കേണ്ടത്. ഇതിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഇഷ്ടമുള്ള ഇടത്തേക്ക് പോകാം. ഇത് നമ്മൾ എല്ലാവരും സമ്മതിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന കാര്യമായതുപോലെ ആത്മഹത്യ ചെയ്യാനും ചെയ്യാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആത്മഹത്യ ചെയ്യൽ തെറ്റാണ് എന്ന് കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എന്തിനത് തിരഞ്ഞെടുത്തു? ദൈവത്തിന്റെ വിധി അതാണ് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ വിധി നടപ്പാവുന്നതിന് മുമ്പ് ദൈവത്തിന്റെ വിധി അതായിരുന്നു എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ കഴിഞ്ഞു? ദൈവത്തിന്റെ വിധി അതായിരുന്നു എന്ന് നമുക്കറിയില്ലല്ലോ. സംഭവിച്ചതിന് ശേഷം മാത്രമേ നമുക്കത് പറയാൻ കഴിയൂ, അത് ദൈവത്തിന്റെ വിധിയായിരുന്നു, ദൈവം അങ്ങനെയായിരുന്നു നിശ്ചയിച്ചത് എന്ന്. പക്ഷേ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്യുന്നത് വരെ ദൈവത്തിന്റെ വിധി അതായിരുന്നു എന്ന് പറയാൻ കഴിയില്ല. അഥവാ ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്നതാകുന്ന അധ്യാപകൻ, വളരെ പെട്ടെന്ന് നമുക്ക് കാര്യം മനസ്സിലാക്കാൻ കഴിയും. സ്കൂളിൽ പഠിപ്പിക്കുന്നതാകുന്ന ഒരു അധ്യാപകൻ 6 മാസം പഠിപ്പിച്ചതിന് ശേഷം 10ാം ക്ലാസ്സിലെ കുട്ടികളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഈ അധ്യാപകൻ ഈ കുട്ടികളോട് പറയുകയാണ്, നിനക്ക് 5 A+ കിട്ടും, നിനക്ക് 8 A+ കിട്ടും, നിനക്ക് 10 A+ കിട്ടും, നീ ഫെയിലാവും, നീ തോറ്റുപോകുമെന്ന് ഈ കുട്ടികളിൽ ഒരാളോട് പറഞ്ഞു. അങ്ങനെ വർഷത്തിന്റെ അവസാനത്തിൽ പരീക്ഷ നടന്നു. ആ കുട്ടി തോറ്റുപോയി. തോറ്റുപോയതിന് ഈ അധ്യാപകനാണോ കുറ്റക്കാരൻ?
അധ്യാപകനാണോ കുറ്റക്കാരൻ? അല്ലല്ല. എന്തുകൊണ്ടല്ലെന്ന് ചോദിച്ചാൽ ഈ അധ്യാപകന് കൃത്യമായിട്ടറിയാം, 6 മാസം പഠിപ്പിച്ച അധ്യാപകന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ഈ കുട്ടിയുടെ പോക്ക് എങ്ങോട്ടേക്കാണ്, ഇവൻ വിജയത്തിലേക്കാണോ പോകുന്നത്, പരാജയത്തിലേക്കാണോ പോകുന്നത് എന്നതുപോലെ നമ്മുടെ എല്ലാം സൃഷ്ടിച്ച എല്ലാറ്റിനും കഴിവുള്ളവനാകുന്ന ദൈവത്തിന്, നമ്മുടെ സൃഷ്ടിപ്പിന്റെ എല്ലാ ഗുണങ്ങളും അറിയുന്നതാകുന്ന ദൈവത്തിന് നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നറിയാം. ആ നിലയ്ക്ക് ദൈവം അങ്ങനെ തീരുമാനം കൃത്യമായിട്ട് എടുക്കുന്നു. അത് എല്ലാം അറിയുന്ന ദൈവത്തിന് ഉണ്ടാവേണ്ടതാകുന്ന ഒരു ഗുണവുമാണ്. മാത്രമല്ല എല്ലാ മനുഷ്യർക്കും എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും തന്നിട്ടുണ്ട്. ശരിയുടെ വഴിയും കാണിച്ചു തന്നിട്ടുണ്ട്, തെറ്റിന്റെ വഴിയും കാണിച്ചു തന്നിട്ടുണ്ട്. ഏത് വഴിയിൽ കൂടെ വേണമെങ്കിലും നമുക്ക് സഞ്ചരിക്കാവുന്നതാണ്. ഇതിൽ വലിയ തെറ്റിദ്ധാരണയുടെ ഒന്നും ഇടമില്ല. നമ്മളൊരു പല പണ്ഡിതന്മാരും പല ഉസ്താദന്മാരും പറയുന്നത് അങ്ങനെയല്ല, എല്ലാം ദൈവത്തിന്റെ നിശ്ചയമാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ദൈവത്തിന്റെ നിശ്ചയമാണെന്ന് പറയപ്പെടുമ്പോഴും ദൈവം നിശ്ചയിച്ച ഒരു കാര്യം നടന്നേലേ പറ്റൂ. തീർച്ചയായും ദൈവം നിശ്ചയിച്ച കാര്യം നടന്നു തന്നെ പറ്റൂ. അപ്പോ ഒരാൾ ആത്മഹത്യ ചെയ്തു, അവിടേക്ക് എത്തണോ വേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം. അതെ, അവിടേക്ക് എത്തണോ വേണ്ടേന്ന് നമുക്ക് തീരുമാനിക്കാം. ദൈവത്തിന്റെ തീരുമാനം ഒരാൾ ആത്മഹത്യ ചെയ്യണമെന്നാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവിടെ എത്തിയിരിക്കും. പക്ഷേ എത്തണോ വേണ്ടേ എന്നുള്ള തീരുമാനം എടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അവിടാണ് പോയിന്റ്. അവിടാണ് അത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ ഒരു കൊക്കയുണ്ട്. ഈ വലതുവശത്തേക്ക് സഞ്ചരിച്ചാൽ, ഇടതുവശത്തേക്ക് സഞ്ചരിച്ചാൽ കൊക്കയില്ല. നമുക്ക് സ്റ്റിയറിംഗ് വലതുവശത്തേക്കും തിരിക്കാം, ഇടതുവശത്തേക്കും തിരിക്കാം. വേണമെങ്കിലും അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പല പണ്ഡിതന്മാരും പല മനുഷ്യരും മുസ്ലിങ്ങൾ പോലും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, ദൈവം നിശ്ചയിച്ച കാര്യം നീ ആത്മഹത്യ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് എത്തുമെന്നുള്ളതല്ല. എന്നാൽ ദൈവമല്ല കുറ്റക്കാരൻ, അല്ലെ? അങ്ങനെയല്ല. നമുക്ക് ഗൈഡ് ലൈൻ തന്നിട്ടുണ്ട്, നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, നമുക്ക് എന്തെടുക്കണം. ഞാനൊരു സംഭവം കേട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രമാണ്. ഒരു ഫംഗ്ഷൻ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് അവിടെ ഒരു ഡെസ്കിന്റെ മണ്ടയിൽ ഒരു ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് മദ്യവും വെച്ചു. ഇഷ്ടമുള്ളത് കുടിക്കാനായിട്ട്. അന്ന് നിരോധനമില്ല മദ്യത്തിന്. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചത് പാലാണ്. അപ്പൊ അതുപോലെ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ഈ സംഭവം ഉണ്ടാവുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമുമായി അള്ളാഹുവിനെ കാണാനുള്ള യാത്രയിലാണ്. ആണോ? ജിബ്രീലാണ് ഈ ആഹാരം തയ്യാറായി കൊടുക്കുന്നത്. ഏത് തിരഞ്ഞെടുക്കണം എന്ന നിലയ്ക്ക് മാതൃകയാണ്. പിന്നെ തീർച്ചയായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാലേ എടുക്കൂ എന്ന് അള്ളാഹുവിന് തീരുമാനമുണ്ട്, അള്ളാഹുവിന്റെ നിശ്ചയമുണ്ട് എന്ന്. അത് തീർച്ചയാണ്. അള്ളാഹുവിന് എല്ലാം അറിയണമല്ലോ. അള്ളാഹുവിന് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ എന്നില്ല. അവനെല്ലാം തുല്യമാണ്. സ്ഥലകാലങ്ങൾക്ക് അതീതനാണല്ലോ അവൻ. അവന്റെ അറിവനുസരിച്ച് അവൻ തീർച്ചയായിട്ടും വിധിച്ചു വെച്ച. പക്ഷെ മറ്റൊരു കാര്യം, ഒരാൾക്ക് ഒരു അപകടം ഉണ്ടാവുന്നു, അത് ദൈവനിശ്ചയമായിരിക്കും. അതെ, തീർച്ചയായിട്ടും ദൈവനിശ്ചയം തന്നെയാണ്. ഒരു രോഗം ഉണ്ടാവുന്നത് ദൈവനിശ്ചയമാണ്. നമുക്ക് പരമാവധി സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സ്വാതന്ത്ര്യവാദികൾ ഇവിടെ ഉണ്ടല്ലോ, അവരോട് തന്നെ നമുക്ക് സ്നേഹത്തിലൊന്ന് ചോദിക്കാം. അവർ ജനിച്ചത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ? ആണോ? അല്ല. അവരിഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ വയറ്റിലാണോ? അല്ല. അവരിഷ്ടപ്പെട്ട നിറത്തിലാണോ? അവരിഷ്ടപ്പെട്ട സ്ഥലത്താണോ? ഇതിലൊന്നും നമുക്ക് സ്വാതന്ത്ര്യമില്ലല്ലോ. എന്ന് മാത്രമല്ല, പരമാവധി സ്വാതന്ത്ര്യത്തിൽ ലോകത്ത് ആർക്കും എവിടെയും ജീവിക്കാൻ കഴിയില്ല. നമ്മൾ വാഹനം എടുത്ത് റോഡിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ഹെൽമെറ്റ് ഇല്ലാതെ പോയാൽ പണി കിട്ടും. നമ്മുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് സീറ്റ് ബെൽറ്റ് ഇല്ലാതെ പോയാൽ പ്രശ്നം ഉണ്ടാവും. പ്രശ്നം ഉണ്ടാവുന്നത് എന്തിനു വേണ്ടിയാണ്? പോലീസ് പിടിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? സീറ്റ് ബെൽറ്റ് ഇല്ലാതെ പോയി അപകടമുണ്ടായാൽ നമുക്ക് തന്നെ നാശമുണ്ടാവുന്നത് കൊണ്ടാണ്. ആ നിലയ്ക്ക് ദൈവം കൃത്യമായി നമുക്ക് റൂട്ട് മാപ്പ് തന്നിട്ടുണ്ട്. ഇതിലെയാണ് സഞ്ചരിക്കേണ്ടത് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വഴി സഞ്ചരിക്കാതെ മോശമാണ്, പിശാചിന്റെ പാതയാണ്, പോകരുത് എന്ന് പറഞ്ഞ പാതയിൽ കൂടി സഞ്ചരിച്ച് അവിടെ തന്നെ എത്തിയതിനു ശേഷം ദൈവത്തിന് ചീത്ത വിളി. അതെ, അങ്ങനല്ല. ആക്ച്വലി ഇത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ജീവിതം എങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് നിശ്ചയിക്കുന്നത് നമ്മൾ മാത്രമാണ്. സ്വാതന്ത്ര്യം, നമ്മുടെ സ്വാതന്ത്ര്യമാണ് നമുക്ക് തന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കി ജീവിക്കാൻ ശ്രമിക്കുക. എന്താണ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു പണ്ഡിതൻ എന്ന നിലയിൽ താങ്കൾക്ക് പറയാനുള്ളത്? പ്രിയപ്പെട്ട പ്രേക്ഷകരോട് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പറയാനുള്ളത്, ഇസ്ലാമിക വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രിയപ്പെട്ടവരോട് ഉണർത്താനുള്ളത്, നിങ്ങൾ ഒരുപാട് പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ടാവാം, യൂട്യൂബിൽ കൂടിയും അല്ലാതെയും. മത നിരാസത്തിന്റെ ആളുകളുടെ, മതത്തെ എതിർക്കുന്ന ആളുകളുടെ പ്രസംഗങ്ങൾ, ചർച്ചകളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവാം. പക്ഷെ അതിലൊക്കെ പരമാവധി കള്ളങ്ങൾ കൂട്ടിച്ചേർത്തും സാഹചര്യങ്ങളിൽ നിന്ന് അടർത്തി മാറ്റിയിട്ടും ഒക്കെയാണ് വിശുദ്ധമാകുന്ന ഖുർആനിനെയും തിരു ഹദീസിനെയും ഉദ്ധരിക്കാറുള്ളത്, പറയാറുള്ളത്. പല ചരിത്ര സംഭവങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കുന്ന പല ചരിത്ര സംഭവങ്ങളും പച്ചക്കളവാണ്. അത് പണ്ഡിതന്മാരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാനാണ് പ്രിയപ്പെട്ടവർ തയ്യാറാവേണ്ടത് എന്ന് സ്നേഹത്തോടു കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40 വയസ്സിന് ശേഷം നുബുവത്ത് കിട്ടി, പ്രവാചകത്വം കിട്ടി. അതുപോലെ വിശുദ്ധമാകുന്ന ഇസ്ലാമിലെ നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, വിവിധങ്ങളാകുന്ന വിശ്വാസങ്ങൾ, ഇതെല്ലാം ഇസ്ലാമിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഇസ്ലാമിലേക്ക് ഒരാൾക്ക് പ്രവേശിക്കണമെങ്കിൽ ഏകനായ ദൈവത്തെക്കുറിച്ച് പഠിക്കണം.
ദൈവത്തിന്റെ ആസ്തിക്യത്തെ കുറിച്ച് പഠിക്കണം, ദൈവം ആവശ്യമുണ്ടോ എന്നതിനെ കുറിച്ച് പഠിക്കണം. അങ്ങനെ അത് സ്ഥിരപ്പെട്ട് ഏകനായ ദൈവമുണ്ടെന്ന് അംഗീകരിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ദൈവം ഒരു ദൂതനെ അയച്ചു എന്ന് വിശ്വസിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ആ ദൂതനിലേക്ക് ദൈവം ഒരു ഗ്രന്ഥം നൽകി എന്ന് വിശ്വസിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. ആ ദൈവം എല്ലാം അറിയുന്നവനാണ്. ദൈവത്തിന് ഇന്ന്, ഇന്നലെ, നാളെ എന്ന കാലവ്യത്യാസങ്ങളില്ല. ഇതൊക്കെ ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളിൽ ഒരു ഗോളമാകുന്ന ഭൂമിക്കുള്ളിൽ മാത്രമുള്ളതാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാം അറിയുന്ന ദൈവത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാം അറിയുന്നത്, ഇപ്പൊ പ്രപഞ്ചത്തിന് മുകളിൽ നിന്ന് വീക്ഷിക്കുന്ന ഒരാൾ, പ്രപഞ്ചത്തിന്റെ ഉള്ളിലാണല്ലോ ഇന്ന്, നാളെ, മറ്റന്നാൾ എല്ലാം നടക്കുന്നത്. അപ്പോൾ ഒരാൾ ഇങ്ങനെ സഞ്ചരിച്ച് എവിടെ എത്തുമെന്ന് കൃത്യമായി പ്രപഞ്ചത്തിന് പുറത്തു നിന്ന് വീക്ഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അറിയാൻ കഴിയണം. എങ്കിലാണ് അയാൾക്ക് പരിപൂർണത ഉണ്ടാവൂ. അപ്പോൾ ഏകനായ ദൈവത്തെ സംബന്ധിച്ച്, ഏകനായ അള്ളാഹുവിനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർത്തു തരാൻ ഇവിടുത്തെ പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് യുവ പണ്ഡിതന്മാർ പ്രതിജ്ഞാബദ്ധരാണെന്ന് സ്നേഹത്തോടുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. പഠിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സംശയങ്ങൾ ഇങ്ങനെ പലത് മനസ്സിൽ കൊണ്ടു നടന്ന് അവസാനം വലിയ സംശയമായി വിശുദ്ധമാകുന്ന ഇസ്ലാമിന്റെ സുന്ദരമാകുന്ന തീരത്ത് നിന്ന് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരിക്കലും പോവാതിരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. കർമ്മങ്ങൾ കൊണ്ട്, മോശമായ കർമ്മങ്ങൾ കൊണ്ട് ആരും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നില്ല. തെറ്റുകൾ മനുഷ്യ സഹജമായി സംഭവിച്ചു പോകുന്നതാണ്. ആ തെറ്റുകൾ തിരുത്തി വിശുദ്ധമാകുന്ന ഇസ്ലാമിലേക്ക് കൂടുതൽ അടുത്ത്, ഏകനായ അള്ളാഹുലേക്ക് കൂടുതൽ അടുത്ത് വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.